share a few words with us. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടെയാണ് ഈ ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിച്ചത്. സ്വന്തം നാടും വീടും വിട്ട് വിദേശത്ത് പാർക്കുന്ന നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനും അത് കണ്ടറിയുവാനും പങ്കെടുക്കുവാനും സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ഗുരുക്കൾ പറയുണ്ടായി, ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും സെലിബ്രേഷനാണ് നടക്കുന്നത് എന്ന്. എന്താണ് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം? ക്രിസ്മസ് ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ഫെസ്റ്റിവലല്ല. അത് ആകമാനം മനുഷ്യരുടെ ഒരു ഉത്സവമാണ്. കാരണം അതിൻ്റെ സന്ദേശം തന്നെ ലവ് ആൻഡ് ഫെലോഷിപ്പ് എന്നുള്ളതാണ്. സ്നേഹവും കൂട്ടായ്മയുമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. സ്നേഹിക്കുക, പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ലവ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ വലിയ സ്റ്റാറ്റസിലുള്ള ആളുകളുമായിട്ടുള്ളതായ ഒരു ബന്ധമല്ല ഫെലോഷിപ്പ്. അതിൽ നിന്നും താഴേക്കിറങ്ങിയിട്ടും നമ്മളേക്കാൾ താഴെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അവരുമായിട്ടുള്ള ബന്ധം എന്താണ്, അവരെ വേണ്ട രൂപത്തിൽ മാനിക്കാനും ആദരിക്കാനും സാധിക്കുന്നുണ്ടോ, നമ്മുടെ സ്റ്റാറ്റസ് അതിനെ സമ്മതിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാണ് ലവ് ആൻഡ് ഫെലോഷിപ്പിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുവാൻ നിൽക്കുന്നത് ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ടല്ല. ന്യൂ ഇയറിൽ നമ്മൾ വരുമ്പോൾ ടു ബിക്കം എ ന്യൂ ഹ്യൂമൻ ബീയിങ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു പുതിയ സൃഷ്ടിയായി തീരുക. 2025 വിട്ടുപോയി. ഈ കഴിഞ്ഞ വർഷം നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി, എന്തെല്ലാം കോട്ടങ്ങളുണ്ടായി, എവിടെയെല്ലാമാണ് പരാജയങ്ങളുണ്ടായത്, എന്തെല്ലാം മോഹഭംഗങ്ങളുണ്ടായി, ഇതൊക്കെ നമ്മളൊന്ന് ഓർത്ത് ചിന്തിച്ചിട്ട് വരുന്ന വർഷത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനമെടുക്കുന്നതാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ നമുക്ക് എടുക്കുവാനുള്ളത്. നമുക്ക് തീരുമാനമെടുക്കണം. നഷ്ട സ്വപ്നങ്ങളെ കുറിച്ച് ഓർത്ത് സമയം കളയുകയല്ല, പോയതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുകയുമല്ല, നാളെയെ കുറിച്ച് ആകുലപ്പെടുകയും വേണ്ട. ഇന്നിനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ ഹാപ്പിയായി തീരുന്നത്. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. നമുക്കൊരു ഉറപ്പില്ല നാളത്തെ ജീവിതത്തെക്കുറിച്ച്. പക്ഷേ ഇന്ന് ഈ നിമിഷമാണ് നമ്മളുടെ സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും അനുദിന ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ അംബീഷൻസ് ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷം ലഭിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം അംബീഷൻസാണ്. ഈ അംബീഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഓക്കെയാണ്. അതുകൊണ്ട് ഈ അംബീഷൻസിലേക്ക് പോകാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുവാൻ, തൃപ്തിപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അതിലേക്കും ഇതെല്ലാം വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ ഈ പുതിയ വർഷം ഉള്ളതിൽ ആനന്ദം കണ്ടെത്തുവാൻ ദൈവം നമുക്ക് തന്നത് എന്താണോ അതിൽ സന്തോഷിക്കുക. മറ്റുള്ളവരുടെ ഭാവിയെക്കുറിച്ച്, അവൻ്റെ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ ആകുലത നിറയ്ക്കാതെ
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് സന്തോഷമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടിയായി തീരുന്നത്. ഇന്നലത്തെ മനുഷ്യനല്ല ഇന്ന് ഉണ്ടാകേണ്ടത്. ഇന്നലെ എനിക്ക് ഒത്തിരി അംബീഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പലതും നടന്നിട്ടില്ല. ഇപ്പോൾ നഷ്ടബോധമുണ്ട്, കുറ്റബോധമുണ്ട്. അതങ്ങ് നിർത്തിയിട്ട് എന്താണ് നമുക്ക് ഇന്നുള്ളത് അതിൽ സന്തോഷിക്കാൻ കഴിയുമ്പോൾ ഭാഗ്യത്താനെ കൊണ്ടുകൊണ്ടു. അംബീഷൻസ് ഒരിക്കലും നമ്മെ സംതൃപ്തരാക്കുകയില്ല. അതുകൊണ്ട് അത്യാഗ്രഹമല്ല, അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗം നമുക്കുണ്ട് എങ്കിൽ അതിൽ തൃപ്തിപ്പെടുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ട്, കുടുംബത്തിൽ സന്തോഷമുണ്ട്, സമൂഹത്തിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാവുമ്പോൾ ഉള്ളതിൽ ആനന്ദം കണ്ടെത്തുവാൻ, തൃപ്തിപ്പെടുവാൻ എവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ 2026 അംബീഷൻസ് ഇല്ലാത്തതായ, അത്യാഗ്രഹമില്ലാത്തതായ ഒരു വർഷമായി തീരുവാൻ നമുക്ക് സാധിക്കണം. ആയതിനെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇതിനായിട്ട് പ്രത്യേകിച്ച് ക്ഷണിച്ച എൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗിരി അങ്കിളിനോടുള്ളതായ സ്നേഹവാത്സല്യങ്ങൾ നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതിയ വർഷത്തിൻ്റെയും നന്മകൾ നേർന്നുകൊണ്ട് വാക്കിൽ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.